കോട്ടയം ഇടുക്കി ഭാഗത്ത് വളരെ പോപ്പുലറായിട്ടൊരു ഡിഷാണ് കപ്പ ബിരിയാണി. നമുക്കിന്ന് കപ്പ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. അതിന് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് നല്ല നെയ്യുള്ള എല്ലോട് കൂടിയ ബീഫാണ്. വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. അതിനുശേഷം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും, പറ്റുവാണെങ്കിൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ശേഷം പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഞാനിന്നിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫ്രോസൺ കപ്പയാണ്. ബീഫ് നന്നായി വെന്തതിന് ശേഷം കപ്പയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ, ചെറിയ ജീരകം, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പച്ചമുളക്, വെളുത്തുള്ളി, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും ബീഫും നന്നായിട്ട് ഉടച്ചെടുക്കുക. ശേഷം തേങ്ങാരപ്പോടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ എനിക്ക് കപ്പ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അരപ്പിലേക്ക് ലേശം വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. അരപ്പ് ചേർക്കുന്നതിന് മുന്നേ നമുക്ക് കപ്പയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡീഷണലായിട്ട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തത്. അതിനുശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരപ്പും എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 to 10 മിനിറ്റ്സ് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. നമ്മുടെ കപ്പ ബിരിയാണി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒനിയനൊക്കെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.